നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആവേശമായി. പുലിയന്നൂർ ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആനയൂട്ട് സംഘടിപ്പിച്ചത്. പ്രശസ്തരായ 11ഓളം ആനകളാണ് ആനയൂട്ടിൽ അണിനിരന്നത്. ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ആവേശത്തോടെ ആനയൂട്ടിൽ പങ്കെടുത്തത്. പ്രശസ്തനായ ശൈലേഷ് വൈക്കമാണ് ആനകളെ അവതരിപ്പിച്ചത്. ക്ഷേത്രത്തിലെ ചടങ്ങുകളോട് അനുബന്ധിച്ച് നിർമ്മാല്യ ദർശനം, രുദ്രാഭിഷേകം, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ ആരംഭം, ശ്രീരുദ്രം ജപം, ഗജപൂജ, കാഴ്ചശ്രീബലി, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ഭക്തിഗാന തരംഗിണി, വിളക്കിന് എഴുന്നള്ളിപ്പ്, കുറുങ്കുഴൽ സമന്വയം എന്നിവയും നടന്നു. തലമുറക്കാരൻ ആനകൾക്കും ആനക്കഥകൾക്കും പേരുകേട്ട കോട്ടയം മണ്ണിലെ അഴക് നിറയും മാതംഗ സൗകുമാര്യം അക്ഷരനഗരിയുടെ കിഴക്കേ കവാടം കടന്നിറങ്ങി താരകുലപതിമാർക്കിടയിൽ പുലിയന്നൂരപ്പന്റെ പുണ്യഭൂമിയെ ഉയരം പെരുമ കൊണ്ട് അലങ്കരിച്ച് അവതരിക്കുകയായി ആന കേരളത്തിന്റെ ഹിമവാൻ തൃപ്രയാർ ദേവരുടെ തൃപ്പാദം കെട്ടിടങ്ങി തിരുവുത്സവകാലത്തിന്റെ തികവുകളിലേക്ക് ചുവട് വയ്ക്കുന്ന ഹിമവാൻ നാടനഴകിന്റെ പെരുമകൾ അലങ്കാരമാക്കിയവൻ 1.5 വയസ്സെന്ന ബാല്യത്തിൽ പുന്നത്തൂർ കോട്ടയിൽ വന്നെത്തി പൂരങ്ങളുടെ വാഗ്ദാനമായി നിന്നവൻ വെള്ളയും കരിമ്പടവും വിരിച്ച നാക്കിലയുടെ പ്രസാദം ചോടിച്ച മേശാന്തി സ്വീകരിച്ച സൗന്ദര്യം ദാമത്തെ ചൂടിയ ദാമോദരനാസനായി മാറിയപ്പോൾ കാലത്തിന്റെ തുളസീഹാരം ഗംഭീരമായി ഒരുങ്ങുന്ന ഈ ആനയൂട്ടിന് ആനകളുടെയും ആനപ്രേമികളുടെയും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് എരുമേലി എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് KH നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 70 ലിറ്റർ കോട ഏഞ്ചൽ വാലി പള്ളിപ്പടി ഭാഗത്തു നിന്നും കണ്ടെടുത്തു. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടന്നു വരികയാണ്. റെയ്ഡിൽ എരുമേലി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് PV, പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീലേഷ് VS, മാമൻ സാമുവൽ, രതീഷ് PR, ഡ്രൈവർ ഷാനവാസ് OA എന്നിവർ പങ്കെടുത്തു. പോലീസ്, ഫോറസ്റ്റ് വകുപ്പുകളുമായി ചേർന്ന് സംയുക്ത പരിശോധനകളും രാത്രികാല വാഹന പരിശോധനകളും ശക്തമാക്കി. വരും ദിവസങ്ങളിൽ ഫോറസ്റ്റുമായി ചേർന്ന് ശബരിമല വനപ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. കൊക്കോ കൃഷി ചെയ്ത കർഷകർ വിൽപ്പന നടത്താനാകാതെ ബുദ്ധിമുട്ടുന്നു. വിപണിയിൽ നിന്ന് കൊക്കോ കുരു നേരിട്ട് സംഭരിച്ചുകൊണ്ടിരുന്ന കാംകോയും കാഡ്ബറീസും ഇപ്പോൾ സംഭരണം നിർത്തിവച്ചിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ മലഞ്ചരക്ക് കടകളും കർഷകരിൽ നിന്ന് കുരു വാങ്ങുന്നില്ല. തുടർച്ചയായ മഴ മൂലം ഡ്രയറുകളിലാണ് കർഷകർ കുരു ഉണക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ കൊക്കോ കുരുവിന് 600 രൂപയ്ക്ക് മുകളിലാണ് വില. പച്ചക്കൊക്കോ സംഭരിക്കുന്ന ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുവിന് 80 രൂപയിൽ താഴെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഉണങ്ങിയതിന് 360 രൂപ വരെ ലഭിക്കും. കഴിഞ്ഞ വർഷം മുതലാണ് കൊക്കോയ്ക്ക് വില വർദ്ധിക്കാൻ തുടങ്ങിയത്. 700 രൂപയ്ക്ക് മുകളിൽ വരെ വില ഉയർന്നിരുന്നു. ഇതോടെ കോട്ടയം ജില്ലയിൽ മാത്രം 5000 ഏക്കറിന് മുകളിൽ പുതിയതായി കൊക്കോ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഉയർന്ന വില കൊടുത്ത് തൈകൾ വാങ്ങി കൃഷി ചെയ്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടി വരും നാളുകളിൽ വിപണിയിൽ എത്തുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകും. ഇടനിലക്കാരുടെ ഇടപെടലാണ് കമ്പനികളെ സംഭരണത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റിയതെന്ന ആക്ഷേപമുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാർ വഴിയാണ് സംഭരണം മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. ഇവരുടെ ഇടപെടലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കടയുടെ പൂട്ട് തകർത്ത മോഷണശ്രമം നടത്തിയ പ്രതി പിടിയിൽ. തിരുവാതുക്കൽ ജംഗ്ഷനിൽ ആനന്ദമന്ദിരം ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ പുറകുവശത്തെ കതകിന്റെ പൂട്ട് പൊളിച്ച് മോഷണശ്രമം നടത്തിയ പ്രതി പാലക്കാട് സ്വദേശി ബാലൻ പളനിസ്വാമി എന്നയാളെ കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾക്കെതിരെ ഗാന്ധിനഗർ സ്റ്റേഷനിൽ മോഷണക്കേസ് നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.